നമസ്കാരം. ഗീതാമൃതത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആഴമേറിയ അങ്ങേയറ്റം ദുർഗ്രാഹ്യമായ ചില പദങ്ങൾ ഗീതയിലുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുമ്പോൾ മനസ്സ് അത്ഭുതവും ആശ്ചര്യവും കൊണ്ട് നിറയുന്നു. ഉദാരചിത്തനായ ഭഗവാൻ മനുഷ്യനെ രക്ഷിക്കാനുള്ള എല്ലാ നിർദ്ദേശവും എന്നോ തന്നിരിക്കുന്നു. നമുക്കാകെ ചെയ്യാനുള്ളത് ആ നിർദ്ദേശങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക, അവയെ ജീവിതത്തിൽ കൊണ്ടുവരിക, അങ്ങനെ ജീവിതത്തെ അതിസുന്ദരമായൊരു അനുഭവമാക്കി തീർക്കുക. ഇന്ദ്രിയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് ഭഗവാൻ പ്രകടമാക്കുന്നത്. ഇന്ദ്രിയ നിഗ്രഹം മനുഷ്യന് വലിയ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായി പലപ്പോഴും കാണപ്പെടുന്നു. സാധാരണക്കാരാകട്ടെ ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അപൂർവം ചിലർ അതിൻ്റെ വൈഷമ്യം കാരണം പാതി വഴിയെത്തി പ്രയത്നം ഉപേക്ഷിക്കുന്നതും കാണുന്നു. ഇന്ദ്രിയ നിഗ്രഹം എന്നാൽ എന്താണ്? ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് നിഗ്രഹിക്കേണ്ടത്? അതാകട്ടെ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നത്തെ ചർച്ചയിലും പതിവ് പോലെ നമ്മെ നയിക്കുന്നത് ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് ബഹനാണ്. ബഹൻജി, ഇന്നത്തെ ചർച്ചയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഭഗവാൻ വളരെയധികം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കാണിക്കുന്നു. ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തണം എന്ന് പറയുന്നു. എന്നാൽ ഈ വാക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നായി ആദ്യത്തെ വായനയിലും അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും ഏതൊരു സാധാരണക്കാരനും തോന്നുന്നുണ്ട്. ആത്മാവിൽ തന്നെ രമിക്കുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? സുഖത്തിന് വേണ്ടി നമ്മൾ പുറമേയുള്ളവയെ ആശ്രയിക്കാതിരിക്കുക എന്നാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ സുഖമുണ്ട്. ജന്മന ഓരോ വ്യക്തിയും സന്തോഷത്തോടെയാണ്. സന്തോഷം നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണ്. സ്വതസിദ്ധമാണ് സുഖം, സന്തോഷം. ഒരു വലിയ ധനവാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മോനുണ്ട്. ആ കുട്ടി ബോംബെയിൽ പഠിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രോഗ്രാം വെച്ചിരിക്കുകയാണ്. വലിയ പ്രോഗ്രാമൊന്നുമില്ല, ചെറിയ പ്രോഗ്രാമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് ആ പരിപാടി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെയും ഏറ്റവും ഇഷ്ടമുള്ള കസ്റ്റമേഴ്സിനെയും അങ്ങനെ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. വളരെ സന്തോഷമായിട്ട് അദ്ദേഹം എല്ലാവരോടും ഇടപെടുന്നുണ്ട്, ഹാൻഡ് ഷേക്ക് ചെയ്യുന്നുണ്ട്, കുശല പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത നല്ല ആഹാരമാണ് അവിടെ എല്ലാവർക്കും വിളമ്പുന്നത്. അദ്ദേഹം ഏറ്റവും ആസ്വദിച്ച് കേൾക്കുന്ന പാട്ട് കച്ചേരി അപ്പുറത്ത് നടക്കുന്നുണ്ട്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കാണുന്ന ഡാൻസ് പ്രോഗ്രാം അപ്പുറത്ത് നടക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് അവിടെ മുഴുവൻ വലം വയ്ക്കുന്നുണ്ട്. പെട്ടെന്നൊരു ഫോൺ വന്നു. ഫോണിൽ അദ്ദേഹത്തിൻ്റെ ബോംബെ പഠിക്കുന്ന മകൻ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. 24 മണിക്കൂറിനകം ഒരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ചെയ്താലും ഒരു പക്ഷേ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇല്ല. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ അവിടെ എത്തണം. അച്ഛൻ്റെ സിഗ്നേച്ചർ ഇല്ലാണ്ട് ഓപ്പറേഷൻ ചെയ്യില്ല. ഒരു വലിയ തുകയും വേണം എന്നായിരുന്നു. അദ്ദേഹത്തിന് മുഴുവനും കേൾക്കാൻ പോലും സാധിച്ചില്ല. കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. അദ്ദേഹം വേർത്ത് കുളിച്ച് തളർന്ന് നിൽക്കാൻ പോലും വയ്യ. അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിൽ ഇരുന്നു. ആകപ്പാട് ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഒരൊറ്റ മകനേ ഉള്ളൂ. അദ്ദേഹം ജ്യേഷ്ഠനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഫോൺ വന്നു, എന്താ, ഞാൻ മുഴുവനും കേട്ടില്ല, അന്വേഷിക്കാൻ പറഞ്ഞു. ജ്യേഷ്ഠൻ റിസീവ്ഡ് കുളത്തിൽ പോയിട്ട് അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ എല്ലാവരോടും സംസാരിക്കാനുള്ള മനസ്സാധ്യം എനിക്കിപ്പോൾ ഇല്ല. അവിടെ ജ്യേഷ്ഠൻ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ റൂമിൽ കൊണ്ടേക്കെടുത്ത് വന്നവരൊക്കെ തൃപ്തിയായിട്ട് പോകണം. അതുകൊണ്ട് ജ്യേഷ്ഠൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. എനിക്ക് ആരെങ്കിലും എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ നല്ല കടുത്ത തലവരട്ട് കിടക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു എന്ന് പറയണം. ആരും എൻ്റെ റൂമിലേക്ക് കടത്തി വിടരുത്. എത്രയും പെട്ടെന്ന് നമ്മൾ ബോംബെയിലെത്തണം. എനിക്ക് എൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ്, ഇത്രയും കാശ് സംഘടിപ്പിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യണം. കൊച്ചിൻ്റെ അമ്മ അറിയണ്ട. അമ്മ അറിഞ്ഞാൽ നമുക്ക് പോകാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. അവിടെ ഒരൊറ്റ വ്യക്തി അറിയണ്ട. ഒരാൾ അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും അമ്മയുടെ ചെവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് കൂടുതൽ അപകടമാകും. മാത്രമല്ല സന്തോഷമായിട്ടുള്ള സാഹചര്യമാണല്ലോ, പാർട്ടിയാണല്ലോ, നടക്കട്ടെ. ആരുടെയും തലയിൽ ഇത് ഈ കാര്യം ഇട്ട് കൊടുക്കണ്ട, ആരും അറിയണ്ട, ജ്യേഷ്ഠൻ ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ജ്യേഷ്ഠൻ ഇത്രയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കൈ പിടിച്ച് റൂമിൽ കൊണ്ടുപോയി, AC റൂമാണത്, കൊണ്ടേക്കെടുത്തി. നല്ല തണുപ്പുണ്ട്. പക്ഷെ അദ്ദേഹം വേർത്ത് കുളിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടിച്ചാൽ കിട്ടുന്നില്ല. പല ചിന്തകളാണ്. വളരെ അസ്വസ്ഥനാണ് അദ്ദേഹം. സന്തോഷിക്കാനാണെങ്കിൽ പുറത്ത് സന്തോഷിക്കാൻ വേണ്ട എല്ലാം ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ മാത്രമേ അവിടെയുള്ളൂ. അദ്ദേഹം ഏറ്റവും സന്തോഷമായിട്ട് ആസ്വദിച്ച് കേൾക്കുന്ന പാട്ട് കച്ചേരി അവിടെയുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുന്ന ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ഏറ്റവും ആസ്വദിച്ച് കഴിക്കുന്ന ആഹാരമുണ്ട്. അപ്പോൾ സന്തോഷം വേണമെങ്കിൽ അവിടെ പുറത്ത് പോയിരുന്നാൽ പോരെ. പക്ഷേ അവിടെ അതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സന്തോഷമില്ല. അവിടെ സന്തോഷം പുറമേയുള്ള വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ല. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്.
നമ്മൾ എത്ര നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് പോയി നിന്നാലും നമ്മുടെ മനസ്സിൽ നിറച്ച് ദുഃഖമാണെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കാണുന്ന അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദുഃഖത്തിൽ നിന്ന് നിവൃത്തി വരാൻ കുറച്ചു നേരം കടൽക്കരയിൽ പോയിരുന്നാൽ മതി, പ്രകൃതിയോടടുത്ത് ചെന്നാൽ മതി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മനസ്സ് വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ ഇതുകൊണ്ടൊന്നും സുഖം കിട്ടില്ലല്ലോ. അതെ, ചില സാഹിത്യകാരന്മാരൊക്കെ കവിതയിലും അവിടെ നോവലിലൊക്കെ കാണിക്കും, ദുഃഖത്തെ ചിത്രീകരിക്കാൻ അവർ വിജനമായിട്ടുള്ള സ്ഥലവും കടപ്പുറവും മലയുടെ മുകളിലുള്ള സ്ഥലമൊക്കെ നല്ല കാറ്റിനെയൊക്കെ ഉപയോഗിക്കാം. സന്തോഷത്തെ ചിത്രീകരിക്കാൻ ഇതെല്ലാം കാണിക്കാറുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിലേ ഈ പുറമേയുള്ള വിഷയങ്ങൾ നമുക്ക് സന്തോഷം എടുക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. നമുക്കൊരു ഗ്ലാസ് ചായ കുടിക്കുന്നതിൽ സന്തോഷം എന്നിരിക്കട്ടെ, അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചപ്പോൾ സന്തോഷം കിട്ടിയല്ലോ, പിന്നെ സന്തോഷത്തിന് വേണ്ടി പിന്നെ ഒരു കുടിക്കുകയേ വേണ്ട, അങ്ങനെയില്ലല്ലോ. ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ഒരിക്കലും ചായ കുടിക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നേയില്ല. ഇനി ശരി 10 ഗ്ലാസ് ചായ കുടിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ 10 മടങ്ങ് സന്തോഷം കിട്ടണ്ടേ? അങ്ങനെ ഉണ്ടാവുന്നുമില്ല. മാത്രമല്ല, ഒരു കാര്യം നമ്മൾ പല പ്രാവശ്യം തുടർന്ന് അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് മടുക്കുകയും ചെയ്യും. എന്നും ഒരേ കറിയാണെങ്കിലോ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണെങ്കിലോ എന്നും അതാണെങ്കിലോ നമ്മൾ മടുക്കും. എന്നും ഒരേ ഡ്രസ്സാണെങ്കിലോ മടുക്കും. വെറൈറ്റി വേണം. അതുകൊണ്ടാണ് കുട്ടികൾക്കും തന്നെ ക്ലാസ്സിൽ പല പല സബ്ജക്റ്റ് ഓരോ മണിക്കൂർ തോറും അല്ലെങ്കിൽ 3/4 മണിക്കൂർ ആകുമ്പോൾ സബ്ജക്റ്റ് മാറും, ടീച്ചേഴ്സ് മാറും. അപ്പോൾ ഒരേ സബ്ജക്റ്റ് ആണെങ്കിൽ ആൾക്കാർക്ക് മടുക്കും. അതുകൊണ്ട് എത്ര സന്തോഷം തരുന്നതാണ്, എത്ര സുഖം തരുന്നതാണെങ്കിലും അത് നമുക്ക് എപ്പോഴും സുഖം തരാൻ സാധിക്കില്ല. മാത്രമല്ല, പുറമേയുള്ളതിനെ സുഖത്തിന് വേണ്ടി ആശ്രയിക്കുമ്പം അകത്തെ സന്തോഷം കുറഞ്ഞു വരും. അതുകൊണ്ടാണ് മടുപ്പ് വരുന്നത്. കുറഞ്ഞു വരും. ഒരു ദിവസം നമ്മളങ്ങ് എക്സോസ്റ്റഡ് ആയിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടിയിട്ട് പുറമേയെല്ലാം ആശ്രയിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെ ആ സന്തോഷമുണ്ട്, അത് നമ്മൾ അനുഭവിക്കാൻ. ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളെല്ലാവരും സാധാരണ ഒരു അസ്വസ്ഥത വരുമ്പോൾ ഒരു ചായ കുടിക്കാം. അപ്പോൾ 10 ചായ കുടിക്കുമ്പോൾ 10 ഇരട്ടി സുഖം കിട്ടണമായിരുന്നു. അപ്പോൾ ആ സുഖം യഥാർത്ഥത്തിൽ വരുന്നത് എവിടെ നിന്നാണ്? ചായയിൽ നിന്നല്ലെങ്കിൽ അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ, ആത്മാവിൻ്റെ ഉള്ളിൽ. അതിനാണ് ശ്രീമദ് ഭഗവത്ഗീത ഊന്നൽ നൽകുന്നത്. ആത്മാവിൽ തന്നെ ആനന്ദം, ഉള്ളിലുള്ള ആനന്ദം കണ്ടെത്താൻ, അത് അനുഭവിക്കാൻ പഠിക്കണം. ചായ കുടിക്കുന്നതിൽ കൂടെ ആ സുഖത്തിനെ പുറത്തെടുക്കുക, ആത്മാവിലുള്ള സുഖത്തിനെ പുറത്തെടുക്കാൻ നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ടെക്നിക്ക് ഉപയോഗിക്കാതെ തന്നെ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? പുറമേയുള്ളതിനെ ആശ്രയിക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സന്തോഷത്തെ, സുഖത്തെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം. ഒരിക്കൽ ഒരാൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഗുരു, ആർക്കും എന്നോട് ഒരു സ്നേഹമില്ല, എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്, എനിക്ക് സംതൃപ്തി തരുന്ന ഒരാളെ എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, കുംഭമാസത്തെ അമാവാസ്യ ദിവസം ആ മല കാണുന്നില്ല, അതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്, അത് അന്നത്തെ ദിവസം മാത്രമേ തുറക്കുള്ളൂ. 41 ദിവസം വ്രതം ഇരുന്നിട്ട് നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശിച്ചാൽ നിനക്ക് ആ ആളെ കാണാൻ പറ്റും, ദൈവം നിനക്ക് ആ ആളെ കാണിച്ചു തരും എന്ന് പറഞ്ഞു. അതേപോലെ 41 ദിവസം ശ്രദ്ധയോടെ വ്രതമൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു സംതൃപ്തി തരുന്ന ആളെ കണ്ടാൽ മതി, കിട്ടണം എന്ന ആഗ്രഹത്തോടെ വ്രതമൊക്കെ എടുത്തിട്ട് അദ്ദേഹം അമാവാസ്യ ദിവസം രാവിലെ നേരത്തെ എഴുതിയിട്ട് കുളിച്ച് ഉള്ളതിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കുറിയൊക്കെ തൊട്ട് അദ്ദേഹം മലയുടെ മുകളിൽ കയറി. ക്ഷേത്രം പറഞ്ഞതുപോലെ തുറന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അകത്ത് കയറി നോക്കിയപ്പോഴാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ. കണ്ണാടിയായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ, അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സന്തോഷം തരാൻ പറ്റുന്ന ഏക വ്യക്തി ഞാൻ തന്നെയാണ്. എൻ്റെ വിചാരങ്ങൾ ശുഭമാകുമ്പോൾ, ശ്രേഷ്ഠമാകുമ്പം, പോസിറ്റീവ് ആകുമ്പം, നമ്മുടെ കാഴ്ചപ്പാട് ശുഭമാകുമ്പം നമുക്ക് നമ്മുടെ അകത്തുള്ള ആ ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കും. അവിടെയാണ് തോന്നുന്നല്ലേ ഈശ്വരൻ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങളുടെ ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും ശ്രേഷ്ഠമാക്കിയാൽ ആ സുഖം വരും. അത് ശ്രേഷ്ഠമാക്കാനുള്ള ബുദ്ധിമുട്ടും അതിനുള്ള എഫർട്ട് എടുക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചായയിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ വ്യാപൃതരാകുന്നത്. പക്ഷെ ഇവിടെ ഭൗതിക സുഖങ്ങളിൽ നീ രമിക്കരുത് എന്ന് പറയുമ്പോൾ എനിക്കവിടെ വേറൊരു സംശയം വരുന്നത്, നമ്മൾ നല്ല ജോലിയാണ്, നമുക്ക് ധാരാളം പൈസയുണ്ട്, ഞാൻ ഭക്തനുമാണ്, നല്ല ഭക്തനുമാണ്, എനിക്ക് ഈ തത്വങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ചൂട് എനിക്ക് സഹിക്കാൻ വയ്യ. പക്ഷേ AC വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഭൗതിക സുഖങ്ങളെ ഈശ്വരൻ വിലക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഈ AC വാങ്ങിയിരുന്നാൽ അല്ലെങ്കിൽ നല്ലൊരു കാറ് വാങ്ങിയാൽ ഈശ്വരന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കാം. ഒരു കാര്യം ചെയ്യാൻ ഞാൻ നടന്നു പോവാം. അപ്പോൾ അവിടെ അത്രയും സമയം നഷ്ടപ്പെടുന്നു. ഇവിടെ ഭക്തൻ്റെ ആശയക്കുഴപ്പം നമ്മളെങ്ങനെ തീർക്കും? ഈശ്വരൻ ഈ സുഖങ്ങളെ വിലക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? സത്യത്തിൽ ഈശ്വരനായിക്കോട്ടെ അല്ലെങ്കിൽ ആധ്യാത്മികമായിക്കോട്ടെ നമ്മുടെ ജീവിതത്തെ അനായാസമാക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തെ സുഖപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടല്ല ആധ്യാത്മികത. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. സമ്പത്തുണ്ട്, നമ്മുടെ ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം. ആവശ്യമായിരിക്കണം, ജസ്റ്റ് ആഡംബരം മാത്രമായിരിക്കരുത്. അവർക്കതുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണം. ഇപ്പോൾ നമുക്കൊരു മൊബൈൽ, ഇപ്പോൾ എത്ര വെറൈറ്റി പുതിയ പുതിയ മൊബൈലൊക്കെ വന്നിട്ടുണ്ട്.
അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാം. നമുക്ക് ആവശ്യമില്ലാണ്ട് വെറും ആഡംബരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പാരിസൺ അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സമയം പാഴാക്കാനായിട്ട് നെറ്റിലൊക്കെ കയറി അത് ഇതൊക്കെ കാണാനോ അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. ബാക്കി ആവശ്യമുണ്ടായിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ തെറ്റൊന്നുമല്ല. പറയാറുണ്ട് സ്വർണ്ണച്ചിറകുള്ള പക്ഷി പറക്കാൻ ആലോചിക്കും, ഇനി പറന്ന ചിറക് തേഞ്ഞു പോയാൽ എന്ത് ചെയ്യും എന്നാലോചിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഒരുപാട് സാധനങ്ങൾ വന്നു കഴിയുമ്പം സാധനം ഇല്ലാണ്ടാവും. പക്ഷേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിലങ്ങ് രമിച്ച് അതിലങ്ങ് ലയിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് എല്ലാം ആവാം. ബെഞ്ചി പറഞ്ഞ പോലെ സാധനയും സാധനവും വളരെ പ്രാസം ചേരുന്ന വാക്കുകളാണ്. അപ്പോൾ സാധനയ്ക്ക് സഹായിക്കാൻ വേണ്ടി നമുക്ക് സാധനങ്ങളെ ഉപയോഗിക്കാം. മാത്രമല്ല സാധന ഉള്ളവിടെ സാധനങ്ങൾ തീർച്ചയായിട്ടും വരും. നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവുമല്ലോ. നമ്മൾ സാധന എന്ന് വെച്ചാൽ വെറും മെഡിറ്റേഷൻ മാത്രമല്ല, മെഡിറ്റേഷൻ ചെയ്താലും നമ്മുടെ മനസ്സ് ഈശ്വരയ്ക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും. മാത്രമല്ല നമ്മുടെ പരിശ്രമം ഉണ്ടെങ്കിൽ, നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ജോലിക്ക് പോകുന്നതിൻ്റെ അധ്വാനം ഉണ്ടെങ്കിൽ സാധനങ്ങൾ നമ്മുടെ നേരിലാണ്, നമ്മുടെ പിന്നാലെ വന്നോളും. നമ്മുടെ പാദധൂളിയാണ്, നടന്നാൽ മതി, പാദത്തിൽ ധൂളി ആയിക്കോളും. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കാം സാധനങ്ങളെ നമ്മുടെ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഖമായിട്ട് കർമ്മം ചെയ്യുന്നതിന് വേണ്ടി, അല്ലേ? അവിടെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ വെറും സുഖത്തിനാണെങ്കിൽ മാത്രം അത് പ്രശ്നമുണ്ടാക്കുന്നു. പക്ഷെ വീണ്ടും പറയുകയാണ്, വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കണം. വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുമ്പോൾ വിഷയങ്ങൾ അകന്നു പോകും. പക്ഷെ അവിടെയും ഈ വിഷയങ്ങളുടെ കാര്യം പറയുമ്പോൾ, കാരണം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ നാക്ക് തന്നെ രസം ഒരു തവണ അറിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സാധകൻ അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇനി ആഹാരം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഉപ്പും മുളകൊന്നും ഇല്ലാതെ ഉണ്ടാക്കണോ? കാരണം അവിടെ വിഷയങ്ങളാണ്. കാരണം രസം അറിഞ്ഞാൽ അത് വീണ്ടും ആകർഷിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യണോ? അതോ ടേസ്റ്റോടുകൂടി ഉണ്ടാക്കി കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഈശ്വരൻ നൽകുന്നുണ്ടോ? അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ആഹാരത്തിൻ്റെ കാര്യത്തിൽ ആഹാരം ഔഷധമാണ്. ഇന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ആഹാരം തന്നെയാണ് ഔഷധം. ആഹാരം നമുക്ക് ആരോഗ്യം തരാൻ വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് എനർജി തരാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വെറും നാക്കിന് അടിമയായിട്ട് ആഹാരം കഴിക്കരുത്. അതുകൊണ്ട് ഉപ്പും മുളകൊന്നും ഇടാൻ പാടില്ല എന്നല്ല അർത്ഥം. അതിന് നമുക്ക് കുറച്ച് ആഹാരം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും രുചി ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് രുചിയുള്ള ആഹാരം കഴിക്കാം. പക്ഷേ വിഷത്തെയാണ് ഇന്ന് ആഹാരമായിട്ട് കഴിക്കുന്നത്. ദേഹത്തിനും മനസ്സിനും അല്ലെങ്കിൽ ആത്മാവിനും ദോഷം തരുന്ന ആഹാരങ്ങൾ കഴിക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് ആഹാരം കഴിക്കാം. അതേപോലെ ഇപ്പം പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാരെ പഠിപ്പിക്കുമ്പം എത്രത്തോളം രാജകീയ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ എത്ര രണ്ട് എക്സ്ട്രീമിനും അവർ തയ്യാറാവണമെന്ന് പറയാം. എത്ര സാധാരണതയിൽ അവർക്ക് വരാൻ സാധിക്കണം. പണ്ട് കാലത്തൊക്കെ എപ്പോഴും യുദ്ധമാണ്. അപ്പോൾ രാജാക്കന്മാർക്ക് പലപ്പോഴും നാടൊക്കെ വിട്ടിട്ട് വേഷപ്രച്ഛനായിട്ട് വല്ല കാടിലും വല്ല മലയിലും ഒക്കെ പോയിട്ട് നടന്ന് പിന്നെ വീണ്ടും തൻ്റെ പ്രജകളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സൈന്യത്തെയൊക്കെ സ്വരുക്കൂട്ടി വീണ്ടും അറ്റാക്ക് ചെയ്ത് വീണ്ടും സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ കാട്ടിലും ഗുഹയിലും മലയിലും ഒക്കെയുള്ള കഷ്ടപ്പാടുകളും ശത്രുവൊന്നും അറിയാണ്ട് ഒളിവിലൊക്കെ താമസിക്കത്തക്ക അളവിന് അവർ റെഡിയായിരുന്നു. അതുകൊണ്ട് പട്ടുമെത്തേ കിടക്കുന്നത് തെറ്റല്ല, പക്ഷേ നാളെ പാറപ്പുറത്ത് കിടക്കേണ്ടി വന്നാലും അതിനും തയ്യാറാവണം എന്നർത്ഥം. അപ്പോൾ ശപിച്ചുകൊണ്ടിരിക്കരുത്, എന്തുകൊണ്ട് ഇങ്ങനെയായി, നമ്മൾ നിരുത്സാഹപ്പെടരുത്. നമ്മൾ ആ ശ്രേഷ്ഠ ലക്ഷ്യത്തിൻ്റെ ഓർമ്മയിലൂടെ ഈ ത്യാഗം നമുക്ക് ഭാഗ്യമായിട്ട് അനുഭവപ്പെടണം. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഇന്ദ്രിയ നിഗ്രഹണം, ഇന്ദ്രിയ സംയമനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആത്മീയ സാധകനാണ് ഞാൻ, എനിക്കും മോക്ഷപ്രാപ്തി വേണം എന്നതുകൊണ്ട് മാത്രം ഞാൻ പായും തലേണയും മാത്രം ഉപയോഗിക്കേണ്ടതില്ല. വേണമെങ്കിൽ ബെഡിലും കിടക്കാം. പണ്ട് കാലത്തൊക്കെ മഹർഷിമാരൊക്കെ രാജകൊട്ടാരത്തിൽ വരുമ്പം രാജാവ് വിശിഷ്ട അതിഥിയാണല്ലോ, സാധാരണ അതിഥികളല്ല. അതുകൊണ്ട് രാജാക്കന്മാർ മറ്റ് അതിഥികൾ വരുന്നതിനേക്കാളും ആർഭാടമായിട്ടാണ് അവരെ സ്വീകരിച്ചിരുന്നത്. അവർക്ക് നല്ല ആഹാരം, നല്ല സദ്യ, നല്ല താമസം, പാട്ടും ഡാൻസും ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമായിരുന്നു. മഹർഷിമാരതെല്ലാം അംഗീകരിക്കുമായിരുന്നു. എന്താ വെച്ചാൽ അവർക്കറിയാം അവർ നമ്മളെ അത്ര വില കൽപ്പിച്ചുകൊണ്ടാണെന്നറിയാം. അതുകൊണ്ട് പക്ഷേ നിസ്സംഗതയോടെ അവരിതെല്ലാം കാണും, കേൾക്കും, അനുഭവിക്കും, ഉപയോഗിക്കും. നല്ല നിസ്സംഗത ഉണ്ടായിരുന്നു. പണ്ട് കാലത്തൊക്കെ രാജകൊട്ടാരത്തിൽ തന്നെയായിരുന്നു മഹർഷിമാരുടെ താമസം. രാജഗുരു എന്നൊക്കെ പറയും. രാജാവ് പോലും ആ ഗുരുവിൻ്റെ കാലിൽ നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ രാജാവിനേക്കാൾ ഒരു ഉയർന്ന അവസ്ഥ ഗുരുവിനുണ്ട് എന്ന് അവർ കൽപ്പിക്കാൻ കാരണം എന്താ? ആ സുഖങ്ങളിൽ മയങ്ങിയിട്ടല്ല അവരിത് ഉപയോഗിച്ചിരുന്നത്, അവർ നിസ്സംഗതയോടെ. എനിക്ക് തോന്നുന്നു, കാരണം കർമ്മയോഗത്തിനെ കുറിച്ച് ഈശ്വരൻ പറയുന്നതിനോടൊപ്പം ഇതിനെക്കുറിച്ച് കൂടി പറഞ്ഞത്, വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതിലേക്കാണ് ശ്രദ്ധയെങ്കിൽ കർത്തവ്യം ചെയ്യുമ്പോഴും ഊണ് കഴിക്കാൻ സമയമായോ, അല്ലെ? ആ രീതിയിലുള്ള ചിന്തകൾ
മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്തവ്യ നിർവഹണത്തിൽ അവിടെ പൂർണ്ണ ശ്രദ്ധ വരുന്നില്ല. അപ്പോൾ ആ ഒരു ബാലൻസിന് വേണ്ടിയായിരിക്കാം ഈശ്വരൻ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ കർത്തവ്യത്തിൽ ചെയ്യണം തീർച്ചയായിട്ടും. ചിലപ്പോൾ എപ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ആ കടമ ചെയ്യണം. പക്ഷേ അതിൻ്റെ ആ ഇന്ദ്രിയങ്ങളുടെ സുഖം അനുഭവിക്കാതിരുന്നാൽ മതി. ഒരിക്കൽ 2 ബ്രഹ്മചാരി ശിഷ്യന്മാർ, ഒരു ഗുരു ശിഷ്യന്മാർ വേറെ സ്ഥലത്തേക്ക് പോകുമായിരുന്നു. പോണ വഴിയിൽ അവർക്കൊരു പുഴ കിടക്കണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു 13 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി പുഴ കടക്കാൻ സാധിക്കാതെ ഇങ്ങനെ നിസ്സഹായമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിലൊരു ബാലബ്രഹ്മചാരി ചോദിച്ചു, കൊച്ചിനെ പുഴ കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. ശരി, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ എടുത്ത് തോളത്ത് വെച്ചിട്ട് അദ്ദേഹം പുഴ നീന്തി കടന്നു കൊച്ചിനെ അവിടെ വിട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് സന്ധ്യാവന്ദനവും പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ബാലബ്രഹ്മചാരി പറഞ്ഞു, എന്നാൽ അത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചാൽ എന്ത് ശരിയായില്ല? നെയ്യാണോ, തിരിയാണോ, എണ്ണയാണോ, ധൂപാണോ, എന്താ ശരിയാവാത്തത് എന്ന് ചോദിച്ചു. പിന്നെ അതൊന്നുമല്ല, പിന്നെ ആ പെൺകുട്ടിയെ തോളത്ത് കയറ്റി വെച്ചിട്ട് വന്നില്ല, അതൊട്ടും ശരിയായില്ല. നമ്മൾ ബാലബ്രഹ്മചാരിയല്ലേ, തൊടാൻ പോലും പാടില്ല. പിന്നെ എടുത്ത് തോളത്ത് കയറ്റി വെച്ചിട്ട് വന്നതോ, അതൊട്ടും ശരിയായില്ല, എനിക്ക് ഇപ്പോഴും അത് മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് ശരി, അപ്പം ഞാൻ എപ്പോഴും ആ കൊച്ചിനെ ഇറക്കി വിട്ടു, നീ ഇപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ കർമ്മമൊക്കെ ചെയ്തതിന് ശേഷം ചില ഇന്ദ്രിയ സുഖങ്ങൾ, ചിലപ്പോൾ നമ്മളത് തൊടിലായിരിക്കാം, ചെയ്യലായിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ടൊരു സുഖം അനുഭവിക്കാം, അതുപോലും ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ വളരെ വലിയൊരെണ്ണത്തിനെ കിട്ടുമ്പോൾ നമ്മുടെ ബെഞ്ചി അവിടെ ഈ 2 ബ്രഹ്മചാരികളുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എടുത്തുകൊണ്ട് നടന്നത് ഒരാളും രസം എടുത്തത് വേറൊരാളുമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ അവിടെയാണ് ഈശ്വരൻ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നത്. കർത്തവ്യം ചെയ്യാം, കർമ്മ അനുഷ്ഠിക്കാം, ഒരാളെ സഹായിക്കാം, പക്ഷേ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. മനസ്സ് ആ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് പോകാതെ നമ്മൾ പിടിച്ചു നിർത്തണം എന്നർത്ഥം. സിനിമയിൽ നായകനും നായികയും വളരെ പാട്ടുകളിലും ഡ്രീം സീൻസും ഒക്കെ അഭിനയിക്കുമ്പോൾ സത്യത്തിൽ അവർ അവിടെ അഭിനയിക്കുന്നത് ഒത്തിരി ക്യാമറാമാൻ്റെ നടുക്ക്, ഡയറക്ടറും അവരൊക്കെയുള്ള നടുക്ക്, അവർ ഈ സിനിമ ഏറ്റവും നന്നാവണം, പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെടണം എന്ന ഭാവത്തോടെ അവർക്ക് ഈ ഭാവമൊന്നുമില്ല. ഇത് അവരുടെ ഉപജീവനമാണ്, അവർക്ക് ഈ ഭാവമൊന്നുമില്ല. പക്ഷെ കാണുന്ന പ്രേക്ഷകർ അതില്ലെങ്കിൽ ലയിച്ച് ചിലവരൊക്കെ അത് കണ്ടിട്ട് അതുപോലെ തന്നെ ജീവിതം, സത്യമായിട്ടുള്ള ജീവിതം അങ്ങനെയാണെന്നൊക്കെ വിചാരിക്കാറുണ്ട്. ഇവര് കുടുങ്ങുന്നില്ല, പക്ഷെ കാണുന്നവർ കുടുങ്ങി പോകും. അതെ അതെ അതെ. കരച്ചിലിൻ്റെ സീനാണെങ്കിലും കാണുന്നവരിരുന്ന് കരയും, അവർ വല്ല ഗ്ലിസറിനൊക്കെ ഇട്ടിട്ടായിരിക്കും കരയുന്നുണ്ടാവുക. അപ്പം അതായത് ഇന്ദ്രിയ സുഖത്തിൽ നമ്മൾ പോകരുത്, ബാക്കി കർത്തവ്യ നിർവഹണം വേണം എന്നർത്ഥം. അതുകൊണ്ടായിരിക്കും ഈശ്വരൻ പറയുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ വിഷയങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ വിഷയങ്ങൾ മാറി നിൽക്കും, പക്ഷേ രസം അവിടെ അപ്പോഴും ഉള്ളിൽ ചിലപ്പോൾ അവശേഷിക്കാം. അത് മാറണമെങ്കിൽ പരമമായതിനെ അറിയണം എന്ന് പറയുന്നു. അപ്പോൾ അത് ഈശ്വരനെ തിരിച്ചറിയുന്നതിൻ്റെ കാര്യമായിരിക്കാം സൂചിപ്പിച്ചത്. ഇപ്പം നമ്മൾ ആദ്യം ഒരു ജിലേബി കഴിച്ചിട്ട് പിന്നെ ഒരു കപ്പ് ചായ കുടിക്കാന്നിരിക്കട്ടെ, ചായയിൽ മധുരമുണ്ട്, പക്ഷേ ഈ ജിലേബിയുടെ മധുരം അല്ലെങ്കിൽ ചായയുടെ രുചി നമ്മളപ്പോൾ അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ആദ്യം ചായ കുടിച്ചിട്ട് പിന്നെ ജിലേബി കഴിക്കാമെന്ന് പറയും അല്ലേ? എന്ന് പറഞ്ഞ പോലെ ആ പരമമായ സുഖം, ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്ന ആ സുഖം കിട്ടുമ്പം നമുക്കിതിനൊക്കെ ഈ ഗീത പറയുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റും. എയർ കണ്ടീഷൻ വാങ്ങാം, കാറ് വാങ്ങാം, മൊബൈൽ വാങ്ങാം, പക്ഷേ ഇതിലൊന്നും പെട്ടുപോകാതെ ആ സുഖം അനുഭവിക്കുമ്പം ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ പരമമായ ലക്ഷ്യം തന്നെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ഭക്തൻ. ഇന്ദ്രിയ നിഗ്രഹം എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും വരുന്നു. ഇന്ദ്രിയ നിഗ്രഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ അതിൻ്റെ അർത്ഥങ്ങളിലേക്കൊന്നും ഇറങ്ങിപ്പോകാൻ ആരും മെനക്കെടുന്നില്ല. നമ്മളൊരു സാധാരണക്കാരൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ പക്ഷെ പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നു. ഇന്ദ്രിയ നിഗ്രഹം എന്നാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ശങ്കരാചാര്യർ പറയുന്നുണ്ട്, മത്സ്യം നാക്കിനടിമയാണ്. അത് കാരണമാണ് അവർ എന്തെങ്കിലും ഇര കാണുമ്പോൾ, ചൂണ്ടയിൽ ഇര കാണുമ്പം എനിക്കിപ്പോൾ തിന്നാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് പാവം നീന്തി ഓടി വരുന്നത്. പക്ഷേ പാവം അത് ആരുടെയെങ്കിലും ഭക്ഷണമായിട്ട് മാറുകയാണ്. എനിക്ക് തിന്നാൻ വിചാരിച്ചിട്ട് വന്ന ആൾ വേറെ എന്തിൻ്റെയും ഭക്ഷണമായിട്ട് മാറുകയാണ്. ശലഭങ്ങൾ പ്രകാശത്തിനടിമയാണ്. അത് പ്രകാശം കാണുമ്പം പറന്ന് വന്ന് അതിനെ വലം വെച്ച് അവസാനം അതിൽ തന്നെ ആഹൂതിയാകും. അപ്പോൾ ഒരു കണ്ണിനടിമയായതുകൊണ്ട് ശലഭത്തിൻ്റെ ഗതി ഇങ്ങനെയായി, ഒരു നാക്കിലടിമയായതുകൊണ്ട് മത്സ്യത്തിൻ്റെ ഗതി ഇങ്ങനെയായി. അതേപോലെ മാൻ എന്തെങ്കിലും വേട്ടപ്പട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുമ്പം പാവം പേടിച്ച് ഓടും. അതുകൊണ്ട് അത് വേട്ടക്കാരൻ ഈസിയായിട്ട് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ സിംഹം അതിനെ പിടികൂടുന്നു. അതേപോലെ ആന പിടിയാനയുടെ രൂപം കണ്ടിട്ട് ആ പിടിയാന എന്ന് പറഞ്ഞിട്ട് ഓടി വരും. ചതിക്കുഴിയിൽ വീഴുമ്പം പിന്നെ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ മനുഷ്യൻ്റെ അടിമയായിട്ട് കഴിയേണ്ടി വരികയാണ്. ഒരു ചവിട്ടിനില്ല മനുഷ്യൻ ആനയ്ക്ക്, പക്ഷേ നോക്കിയാൽ മനുഷ്യൻ്റെ അടിമയായിട്ട് ജീവിതം മുഴുവൻ കഴിയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്?
ഒരു ഇന്ദ്രിയത്തിന് അടിമയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിന് അടിമയായിട്ടുള്ള ഈ മൃഗങ്ങളുടെ കാര്യം എങ്ങനെയാണെങ്കിൽ മനുഷ്യൻ 5 ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്. അപ്പോൾ മനുഷ്യൻ്റെ കഥ പറയേണ്ടതുണ്ടോ എന്ന് പറയാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ മേലെ നമുക്കൊരു നിഗ്രഹണം അല്ലെങ്കിൽ നിയന്ത്രണം വളരെ വളരെ അത്യാവശ്യമാണ്. ഇന്നത്തെ ഈ കലിയുഗത്തിൻ്റെ അല്ലെ കാഴ്ചകളുടെ പൂരമാണ് യഥാർത്ഥത്തിൽ കലിയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും ഉണ്ട്. ഇവിടെ നമുക്ക് ഇന്ദ്രിയങ്ങളെ ഇപ്പോൾ കണ്ണും കാതും നാവും അങ്ങനെ മനുഷ്യനെ വലിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ട് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാൻ തൊഴിയുന്നവനെ പോലെ ഇന്ദ്രിയങ്ങൾ വലിച്ചു കൊണ്ടുപോകും എന്നാണ് ഈശ്വരൻ പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സാധാരണ നിലവാരത്തിൽ ജീവിത പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യന് അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ആ പരമാത്മ സ്മൃതി ഉണ്ടെങ്കിൽ മനസ്സിന് ആ ശക്തി കിട്ടും, ബുദ്ധിക്ക് ശക്തി കിട്ടും. മനസ്സും ബുദ്ധിയും ശക്തിശാലിയായാൽ ഇങ്ങനെ കടിഞ്ഞാനുണ്ടെങ്കിൽ കുതിരയെ നമുക്ക് നിയന്ത്രിക്കാം. ഒരു കാട്ടുകുതിര വെറുതെ തെക്കും വടക്കും ഓടും. അതിന് ലേശം ട്രെയിനിങ് കൊടുത്തിട്ട് കടിഞ്ഞാനം കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യാം. നമുക്ക് എവിടെ എത്തണോ അവിടെ എത്തിക്കാനായിട്ട് ആ കുതിര നമ്മളെ സഹായിക്കും. അതേപോലെ പരമാത്മ സ്മൃതിയിലൂടെ മനസ്സിനെയും ബുദ്ധിയെയും ശക്തിശാലിയാക്കിയാൽ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. മഹാഭാരതത്തിൽ കാണിക്കുന്നുണ്ട് ദ്രൗപദി നാരീമണിയാണ്. അങ്ങനെ ദ്രൗപദിക്ക് വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. എപ്പോഴും നോക്കിയും കണ്ടും ചിന്തിച്ച് മാത്രമേ ദ്രൗപദി പ്രവർത്തിക്കാറുള്ളൂ. ഇത് ഈശ്വരേച്ഛയ്ക്ക് വിരുദ്ധമല്ലല്ലോ, ഇത് സജ്ജനങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമല്ലല്ലോ, ഇത് ശാസ്ത്രോക്തിയാണോ എന്നൊക്കെ ഒത്തിരി ആലോചിച്ചിട്ടേ ദ്രൗപദി എന്തും ചെയ്തിട്ടുള്ളൂ. പക്ഷെ ദ്രൗപദിക്ക് ഒരിക്കൽ ഒരു തെറ്റ് പറ്റി. ദുര്യോധനൻ ഇന്ദ്രപ്രസ്ഥം കാണാൻ വേണ്ടി വന്നപ്പം വെള്ളം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അവിടെ കാല് വെച്ചു. അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ദുര്യോധനൻ വീണു, ഡ്രസ്സൊക്കെ നനഞ്ഞു. മട്ടുപ്പാവെന്ന് കണ്ടുകൊണ്ടിരുന്ന ദ്രൗപദി കൈ കൊട്ടി ചിരിച്ചു. ദുര്യോധനൻ കുറച്ച് പ്രതികാരമുള്ള സ്വഭാവമുള്ള ആളാണ്. പാമ്പിന്റെ മാത്രമല്ല അന്ധന്റെ മകനും അന്ധനാണെന്ന് പറയുക കൂടി ചെയ്തു. അത് ദുര്യോധനൻ ശരിക്കും തട്ടി. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത്. എന്തോ അന്ന് ഒരു ചൂതുകളിക്ക് വിളിച്ചത് അതുകൊണ്ടാണ്. പിന്നെ വസ്ത്രാക്ഷേപം ചെയ്തത് അതുകൊണ്ടൊക്കെയാണ്. ഇതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ്. വസ്ത്രാക്ഷേപം ചെയ്തുകൊണ്ടാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത്. അതുകൊണ്ട് അന്നെന്തോ ദ്രൗപദി ഒരു ശീലകഷ്ണം കൊടുത്തുകൊണ്ട് തിരിച്ച് ഇത്രയും സാരി കിട്ടിയതുകൊണ്ട് ദ്രൗപദി അപമാനിക്കപ്പെട്ടില്ല. അപമാനിക്കപ്പെടാതെ കൊണ്ട് കഥ അത്രത്തോളം അവസാനിച്ചു. സത്യത്തിൽ സഭയെ വെച്ച് അപമാനിക്കപ്പെട്ടിരുന്നെങ്കിൽ കഥ വേറെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്രയും അനർത്ഥങ്ങൾ ഉണ്ടായത് ഒരു ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാതെ കൊണ്ടാണ്. നാക്കിനെ മുഴുവനും ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഒരു ഇന്ദ്രിയത്തെ നിയന്ത്രിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. അതേപോലെ സീതാദേവി വനം അയോധ്യയാണെന്നുള്ള സന്തോഷമായിട്ട് ശ്രീരാമൻ്റെ കൂടെ ജീവിക്കുകയായിരുന്നു. ഒരു സ്വർണ്ണമാനെ കണ്ടപ്പോൾ ഇത്രയും വലിയ സുഖങ്ങളൊക്കെ കളഞ്ഞിട്ട് രാമൻ്റെ പിറകെ വന്നതാണ്. കൊട്ടാര സുഖങ്ങളും സ്വർണവും ആഭരണം എല്ലാം കളഞ്ഞ് മരവുരി ഉടുത്തിട്ട് വന്ന ആളാണ്. പക്ഷെ ഒരു സ്വർണ്ണമാനെ കണ്ടപ്പം അതിൽ ആകർഷിക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും അനർത്ഥങ്ങളെല്ലാം ഉണ്ടായത്. കൈകേയി നല്ലൊരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ദശരഥ മഹാരാജാവിന് കൈകേയിയോട് അത്ര സ്നേഹം, അത്ര താല്പര്യം. ഭരതനേക്കാൾ ഇഷ്ടം രാമനോടായിരുന്നു കൈകേയിക്ക്. അതുകൊണ്ട് ദശരഥ മഹാരാജാവ് തന്നെ ചോദിക്കുന്നുണ്ട്, കൈകേയി നിനക്ക് എന്തു പറ്റി? ഭരതൻ വേണമെങ്കിൽ രാജ്യം ഭരിച്ചോട്ടെ, രാമൻ കാട്ടിപ്പോണത് എന്തിനാ? നീ ഭരതനേക്കാളും രാമനോടായിരുന്നുള്ളൂ നിനക്ക് സ്നേഹം, ഇപ്പം എന്ത് നിനക്ക് സംഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മന്ദരുടെ ഒരു ഉപദേശം, ഒരു ഇന്ദ്രിയത്തെ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരേ ഒരു തവണ നിയന്ത്രിക്കാത്തത് കാരണം, ഒരാളുടെ ഉപദേശം കേട്ടതുകൊണ്ട്, ദുരുപദേശം കേട്ടതുകൊണ്ട് നോക്കി കൈകേയിക്ക് എന്ത് സംഭവിച്ചു? എല്ലാവരും കൈകേയിയെ വെറുത്തു. നാട്ടിലെ സജ്ജനങ്ങളും ഭർത്താവ് മരിച്ചുപോയി. സ്വന്തം മകൻ തന്നെ കൈകേയിയെ ശത്രുവായിട്ട് കാണുന്ന പോലെ ലോകത്തിൽ ആരും തൻ്റെ മക്കൾക്ക് കൈകേയി എന്ന് പേരിടില്ല എന്നവരേക്കും ആയിക്കഴിഞ്ഞു. ഇതിനൊക്കെ കാരണം എന്താ? ഒരു ഇന്ദ്രിയത്തെ ഒരു പ്രാവശ്യം നിയന്ത്രിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ദ്രിയ നിഗ്രഹണം നമുക്ക് അത്യാവശ്യമാണ്. ഗണപതിയെ വിഘ്ന വിനാശകൻ എന്നാ പറയുക. തടസ്സങ്ങളൊക്കെ വരാതിരിക്കാൻ ഗണപതിയെ പൂജിക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗണപതിയുടെ ചെവി ആനയുടെ ചെവി പോലെയാണ്. ആനയുടെ ചെവി മുറം പോലെയാണ്. മുറത്തിൻ്റെ വിശേഷതയാണ് നല്ലതൊക്കെ അകത്ത് വെച്ചിട്ട് വേസ്റ്റ് ആയിട്ടുള്ളതൊക്കെ കളയും. ഈ ചായ അരിക്കുന്ന അരിപ്പയുണ്ടല്ലോ, നല്ലതിനൊക്കെ കളഞ്ഞിട്ട് വേസ്റ്റ് ഉള്ളിൽ വയ്ക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെവിയെ ചായയുടെ അരിപ്പ പോലെ ആക്കി കഴിഞ്ഞാൽ അപ്പടി ആപത്തായിരിക്കും. ഗണപതിയെപ്പോലെ നമ്മൾ നമ്മുടെ ചെവിയെ മുറം പോലെ ആക്കിയാൽ പലരും പലതും പറയും. പക്ഷെ നമ്മൾ വേണ്ടാത്തൊക്കെ കളഞ്ഞിട്ട് നല്ലത് മാത്രം അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിഘ്നം വരില്ലെന്ന് മാത്രമല്ല, വിഘ്നവിനാശകനെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ, നമ്മൾ ഓർമ്മിക്കുന്നവർ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഒക്കെ ജീവിതത്തിലെ വിഘ്നങ്ങൾ ഇല്ലാണ്ടാക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. ഒരു ഇന്ദ്രിയത്തെ നന്നാക്കിയാൽ മാത്രം മതി എന്ന് പറയുന്നത്. അതുകൊണ്ട് 5 ഇന്ദ്രിയങ്ങളുടെ മേലെയും നമുക്ക് നിയന്ത്രണം വെച്ചാൽ അതിനെ ഒന്നും ചെയ്യാതാക്കുക എന്നല്ല, ഉപയോഗിക്കാം. പക്ഷേ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് കാര്യങ്ങൾ അകത്തേക്ക് കടത്തിവിടാൻ പാടില്ല എന്നതിൽ നമുക്ക് ശ്രദ്ധ വേണം. എനിക്ക് തോന്നുന്നു നമ്മളത് പരിശീലിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരും. ഇപ്പം മോശമായത് കാണുമ്പോൾ കണ്ണിനെ മാറ്റേണ്ടി വരും, അല്ലേ?
മോശമായത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെവി അടയ്ക്കേണ്ടി വരും. പിന്നീട് നമുക്ക് അത് സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോളൂ. അത് നമ്മുടെ നേച്ചറാകും, സ്വഭാവമായിട്ട് മാറും. ആദ്യത്തെ ഒരു പ്രയാസമുള്ളൂ, ഒരു ലേശം ശ്രദ്ധ വേണം, അത്രയേ ഉള്ളൂ. പിന്നെ അത് സ്വാഭാവികമായി തന്നെ വന്നോളൂ. ബെഞ്ചി, ഇന്ന് നിത്യജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ കുറച്ച് നിയന്ത്രണം കൊണ്ടുവന്നാൽ ഈ കഷ്ടപ്പാടിനെ ഇല്ലാതാക്കാം. കുട്ടികളുടെ കാര്യത്തിൽ പറയുന്ന പോലെ ചെറുപ്പത്തിൽ ഒരല്പം അച്ചടക്കത്തോടു കൂടി വളർന്നാൽ ഒരുപാട് കാലം സുഖമായി ജീവിക്കുക എന്ന് പറയുന്ന പോലെ വരാനിരിക്കുന്ന അനേക ജന്മങ്ങളിലേക്ക് പോലും ആത്മാവിന് സുഖം കിട്ടാൻ ഒരല്പം ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ എത്രയോ ജീവിതം ഇന്നത്തെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അത് മുക്തമാവുമെന്ന് തോന്നുന്നു. ആ ഒരു തിരിച്ചറിവ് ആയിരിക്കട്ടെ ഇന്നത്തെ ഈ ദിവസം. ഇത്രയും സമയം ഇത്രയും ആഴത്തിലേക്ക് ചർച്ചയിലൂടെ നമ്മെ നയിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. ഇന്ദ്രിയ നിഗ്രഹം എന്ന വാക്ക് സാധാരണക്കാരായ നമ്മളെ ഭയപ്പെടുത്തേണ്ടതില്ല. അത് അതിശ്രേഷ്ഠരായ മുനിമാർക്കോ ജഗദ്ഗുരുക്കന്മാർക്കോ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. ജീവിതത്തിൽ സുഖം വേണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ വഴിക്ക് മനസ്സിനെ വിടരുത്. ബുദ്ധി കൊണ്ട് നിയന്ത്രിച്ച് നിർത്തി അതിനെ കടിഞ്ഞാൺ കൈകളിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ തീർച്ചയായും സഫലതയുണ്ടാകും. ഈശ്വരൻ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനും കഴിയും. ആ ലക്ഷ്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. അങ്ങനെ ജീവിതത്തെ സാർത്ഥകമാക്കാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം തീർച്ചയായും തുടരണം. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്.